1912 ഏപ്രിൽ 10 ലോകത്തിലെ ഏറ്റവും വലിയതും ആഡംബരപൂർണവുമായ യാത്രാക്കപ്പലുകളിൽ ഒന്നായ RMS ടൈറ്റാനിക് ഇംഗ്ലണ്ടിലെ സതാപ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ആദ്യത്തെ യാത്ര ആരംഭിച്ചു. ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ലെന്ന് പോലും പലരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യാത്രയുടെ 4ാം ദിവസം, അതായത് 1912 ഏപ്രിൽ 14 രാത്രി ടൈറ്റാനിക്കിന്റെ മുന്നിൽ ഒരു വലിയ മഞ്ഞുമല പ്രത്യക്ഷപ്പെട്ടു. കപ്പൽ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വളരെ കുറവായിരുന്നു. രാത്രി ഏകദേശം 11:40 ടൈറ്റാനിക് മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. കപ്പലിന്റെ മുൻഭാഗത്തെ പല ഭാഗങ്ങൾക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം കപ്പലിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. ആദ്യം പല യാത്രക്കാരും സംഭവിച്ച ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ കുറച്ചു സമയത്തിനുള്ളിൽ കപ്പൽ മുങ്ങുമെന്ന് വ്യക്തമായി. യാത്രക്കാരെ ലൈഫ് ബോട്ടുകളിലേക്ക് മാറ്റാൻ തുടങ്ങി. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ മതിയായ ലൈഫ് ബോട്ടുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 1912 ഏപ്രിൽ 15 പുലർച്ചെ 2:20 ടൈറ്റാനിക് പൂർണ്ണമായും സമുദ്രത്തിൽ മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന ഏകദേശം 2200 പേരിൽ 1500-ലധികം പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ടൈറ്റാനിക്കിന്റെ ദുരന്തം ലോകത്തെ ഞെട്ടിച്ചു വളർന്നു. അതിനുശേഷം സമുദ്രയാത്രയുടെ സുരക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു കാലത്ത് മുങ്ങാത്ത കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് അവസാനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കടൽ ദുരന്തങ്ങളിൽ ഒന്നായി മാറി. ടൈറ്റാനിക്കിന്റെ കഥ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: മനുഷ്യൻ എത്ര വലിയ സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചാലും പ്രകൃതിയുടെ ശക്തിയെ ഒരിക്കലും ചെറുതായി കാണരുത്.